കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേട്ടാ ചേട്ടാ, അയ്യോ എന്നെ രക്ഷിക്കണേ, ആരെയും എന്നെ ഒന്ന് രക്ഷിക്കണേ, അയ്യോ അയ്യോ. मांगल्यधारण मुहूर्त सम मुहूर्त अस्तु मंगलाशासन परेर्मदाचार्य पुरोगमयि सर्वैश्च पूर्वै आचार्यैः सकृतायास्तु मंगलम्. നിങ്ങളൊക്കെ ആരാ? ഞാനിപ്പോ എവിടെയാ? എന്താ എനിക്ക് പറ്റിയ? എന്താ എന്റെ മുഖത്തൊക്കെ കെട്ട്? എന്താ പറ്റിയ? പറയൂ. വേവലാതിപ്പെടണ്ട മോളെ, കുറച്ചു നേരം നീ സമാധാനമായിട്ടിരിക്ക. ഇല്ല, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. അവിടെ എന്ത് പറ്റിയാവോ? എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. അതൊക്കെ പോകാം മോളെ. നിനക്കപ്പോ ഒന്നും ഓർമ്മയില്ലെന്നാ? പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കൂ. എന്നാലെല്ലാം ഞാൻ പറയാം. നീ പൊയ്ക്കൊണ്ടിരുന്ന കാർ ആക്സിഡന്റിൽപ്പെട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഔഷധച്ചെടികൾ പറിക്കാൻ പോയ എന്റെ ശിഷ്യന്മാര് മോള് വീഴുന്നത് കണ്ടു. മരിച്ചെന്ന് തന്നെ ആദ്യം കരുതി. പക്ഷേ ശ്വാസം നിലച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോ എടുത്തുകൊണ്ട് വന്ന് ചികിത്സിക്കുകയായിരുന്നു. ഈശ്വരാധീനം കൊണ്ടാ നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്.
ഈ കെട്ടഴിച്ച എനിക്ക് വീട്ടിൽ പോവാലോ അല്ലെ? ഇതൊന്ന് പെട്ടെന്ന് അഴിക്കോ, എനിക്ക് പോണം. നിൽക്കുമോളെ, അതങ്ങനെ പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന കെട്ടല്ല. കെട്ടഴിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. എന്താ ദേവേട്ട പറ്റിയേ? എന്താ ഇവിടുന്ന് ഒരു ബഹളം കേട്ടെ? നോക്കിക്കേ, നിന്റെ നിലവിളി കേട്ട് വീട്ടിൽ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ഇപ്പൊ അച്ഛൻ പോലും പേടിച്ചു വന്നിരിക്കുന്നു. കാര്യം എന്തെന്ന് പറ മോനെ. ഒന്നുമില്ല. ദേവാ, മോന് ദേവാ, മോന് ദേവാ. ദേവേട്ടാ, ദേവൻ എന്തായിരിക്കും പറ്റിയത്? എന്താന്ന് പറഞ്ഞ് നിലവിളിച്ച്? വൈദേഹി, ഒന്നും മിണ്ടാതിരിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. വൈദേഹി എന്നായിരിക്കും വിളിച്ചിരിക്കും. അതാണ് കാര്യം. കണ്ണു തുറന്നതും വൈദേഹി ഓർത്തു കാണും. അതായിരിക്കും നിലവിളിച്ചത്. വൈദേഹി, വൈദേഹി, വൈദേഹി. എവിടെ പോയെന്ന് എന്തു പറ്റിയെന്ന് അറിയാതെ തന്നെ ഇപ്പോ 6 മാസായി. ഇപ്പോഴും അവൻ അവളെ തന്നെ ആലോചിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തകൾ അവന്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. അങ്ങനെ അങ്ങ് മറന്നു പോകാനായിട്ട് അതൊരു സാധാരണ ബന്ധമല്ലല്ലോ കൗസല്യേ. ഭാര്യ ഭർത്തൃബന്ധമാണ്, ജന്മജന്മാന്തര അനുബന്ധം. അതുകൊണ്ടായിരിക്കും ആരോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഏത് ദുർമുഹൂർത്തത്തിലാണ് അവൾ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വന്നേ. ആ നിമിഷം മുതൽ എന്റെ മോൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ദേവന്റെയും മാളവികയുടെയും കല്യാണത്തിന് ദേവനെ അവള് തന്നെയല്ലേ സമ്മതിപ്പിച്ചത്. പിന്നെ എന്തിനിറങ്ങിപ്പോണം? എന്നിട്ട് ഇപ്പൊ കണ്ടോ, അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ട് മാളവികയോടൊന്നും അടുക്കുന്ന പോലുമില്ല. ഇതാർക്കും സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. എല്ലാ വൈദേഹി ഒരുത്തി കാരണം. ഇതിലിപ്പോ വൈദേഹിയെ തെറ്റു പറയാൻ എന്തിരിക്കുന്നു കൗസല്യേ? ഈ ലോകത്ത് സ്വന്തം ഭർത്താവിനെ മറ്റൊരാളുമായി പങ്കുവെക്കാൻ ഒരു സ്ത്രീയും സമ്മതിക്കില്ല. പറ്റുന്ന പോലെ പോരാടി നോക്കും. പറ്റാത്ത അവസ്ഥ വരുമ്പോ മാറിപ്പോകും. പോരാടാനുള്ള അവസരം നമ്മൾ അവക്ക് കൊടുത്തില്ല. അതുകൊണ്ടായിരിക്കും അകന്നു മാറിപ്പോയത്. ഇതിൽ വൈദേഹിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കേട്ടില്ലേ മോളെ, ദാസൻ എന്തൊക്കെ പറഞ്ഞിട്ട് പോയത്? വൈദേഹി തെറ്റൊന്നും ചെയ്തിട്ടില്ല അത്ര. അപ്പൊ തെറ്റ് ചെയ്തത് ഞാനാ? ഞാൻ എപ്പോഴെങ്കിലും വൈദേഹിയോട് ഇറങ്ങി പോവാൻ പറഞ്ഞിരുന്നു? മാളവികയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവണം, ഒരു അനന്തരാവകാശിയെ ഞങ്ങളുടെ അനന്തരവളിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതിലെന്താ തെറ്റ്? അമ്മായിയമ്മയെ പോലെ ഞാൻ പോരെടുത്തൊന്നുമല്ലല്ലോ. ഇത്ര സ്നേഹത്തോടെ ഞാൻ എന്റെ മരുമക്കളെ നോക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ അവൾക്ക് എന്നെ അനുസരിച്ചാൽ എന്തായിരുന്നു? ഞാനില്ലാതെ നിങ്ങളുടെ മോനെ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും? നിങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടുന്ന വെല്ലുവിളിച്ച പോലെയല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അവളെ പോയ വഴിക്ക് വിട്ടേക്കമ്മേ.
അമ്മ എന്തിനാ എപ്പോഴും അവളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്? ഇറങ്ങിപ്പോയോണ്ട് ആർക്കാ നഷ്ടം? വൈദേഹിക്ക് തന്നെയല്ലേ? എന്നാലും എന്റെ മോന്റെ അവസ്ഥ നീയും കാണുന്നില്ലേ ഊർമിളെ? അതിനി എത്ര കാലത്തേക്ക് ഉണ്ടാവും അമ്മേ? കൂടിപ്പോയ ഒരു 6 മാസം കൂടി, അല്ലെങ്കിൽ 1 വർഷം കൂടി. പയ്യെ പയ്യെ ദേവനും അവളെ മറന്നു പൊയ്ക്കോളൂ. അമ്മ ഇങ്ങനെ അവളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളായിട്ട് ആ വൈദേഹിയെ ജയിപ്പിക്കുന്നത് പോലാ. ഈ വിഷമം ദേഷ്യമാക്കി മാറ്റി മനസ്സിൽ കനലിട്ട് സൂക്ഷിച്ചു. പിന്നീട് എപ്പോഴെങ്കിലും വൈദേഹി തിരിച്ചു വരുവാണെങ്കിൽ ആ കനൽ അഗ്നിയായി അവളിലേക്ക് തന്നെ പ്രയോഗിക്കാം. വേണ്ടാത്ത ഓരോരോ ദിവാസ്വപ്നങ്ങള്. അവള് ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ തിരിച്ചു വരാൻ? അവള് ചാരമായി കാറ്റിൽ കലർന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഭയപ്പെടരുത് മോളെ. ഇതൊരു പുതിയ തരം ചികിത്സയാണ്. എനിക്ക് എന്റെ ദേവേട്ടനെ കാണണം. എനിക്ക് എന്റെ ദേവേട്ടന്റെ അടുത്ത് പോണം.
വൈദ്യരെ. ഞാൻ വൈദേഹി അല്ല. ഇത് 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 ഞാനല്ല. എന്താ പറ്റി എനിക്ക്? നീ പേടിക്കരുത് മോളെ. നിനക്കുണ്ടായത് ചെറിയൊരു അപകടമല്ല. ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ വലിയ കാര്യം. ആ അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ അപകടത്തിൽ മുഖം പാറയിലിടിച്ച് ചിന്ന ഭിന്നമായി പോയിരുന്നു. ആയുർവേദ വൈദ്യരീതി അനുസരിച്ച് നിനക്കൊരു പുതിയ രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഒടുവിൽ ഇങ്ങനെ ഒരു മുഖമാണ് തെളിഞ്ഞത്. എന്തൊരു തലയിലെടുത്ത എന്റേത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. താലി കെട്ടിയ ഭർത്താവിനെയും നഷ്ടപ്പെട്ടു. ഒടുവിലത എന്റെ രൂപം പോലെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ തന്നെയും നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോഴാ കല്യാണം നടന്നു കാണുമല്ലേ. ഇനിയിപ്പൊ ഞാൻ എവിടെയെന്ന് വെച്ചാ പോവാം. ഈ മുഖത്തോടെ എവിടെ ചെന്ന് ആശ്രയം തേടും? നോക്കുമോളെ, നിന്റെ അവസ്ഥ എന്താണെന്നോ വിഷമം എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ ആ മഹാദേവൻ ഒരു മനുഷ്യനിൽ ചെറിയൊരു മാറ്റമുണ്ടാക്കിയാൽ പോലും അതിന്റെ പുറകിൽ വലിയൊരു കാരണമുണ്ടാകും. അപ്പോൾ നിന്റെ മുഖം പൂർണ്ണമായും മാറ്റിയെങ്കിൽ മഹത്തായ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും മോളെ. അതെന്താണെന്നറിയാതെ നീ ഇങ്ങനെ നിരാശപ്പെടരുത് മോളെ. ഇനി എന്നെ കുറിച്ചറിയാൻ ഒന്നും ബാക്കിയില്ല. എന്നെ ആർക്കും വേണ്ടെന്നർത്ഥം. ആർക്കും വേണ്ടാത്ത മുഖം എന്തിനെന്ന് കരുതിയാവും ആ ദൈവം എന്റെ യഥാർത്ഥ രൂപം പോലും പൂർണ്ണമായി മാറ്റിയത്. ഇനി ഈ മുഖമായിട്ട് ഞാൻ എവിടെയെന്ന് വെച്ചാ പോവാ? ആർക്കെങ്കിലും എന്നെ അംഗീകരിക്കാനാവോ? എന്തിനാ അങ്ങനെ കരുതുന്നത്? നിനക്ക് പ്രിയപ്പെട്ടവര് നിന്നെ കാണാതെ ഇത്രയും നാളായിട്ട് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. ഒരു വട്ടം എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കൂ. സത്യത്തിൽ നീ ഇപ്പോൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നതെങ്കിലോ? അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കുക. ആരോഗ്യം അല്പം മെച്ചപ്പെട്ട ശേഷം നീ നിന്റെ ആൾക്കാരെ പോയി കാണണം. നിന്നെ കണ്ട ഉടനെ അവരുടെ പ്രതികരണത്തിനൊത്ത് നമ്മളൊരു നിഗമനത്തിലെത്തിയാ പോരെ? ദയവേട്ട് മാളവികയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. എനിക്കിപ്പോ അതിന് സാധിക്കില്ലെങ്കിലോ? ചെയ്തില്ലെങ്കിൽ സത്യമായിട്ടും ഞാനുണ്ടാവില്ല. എന്നിട്ട് ഞാൻ എന്തിനിതിന് സമ്മതിച്ചെന്നറിയോ? എന്റെ വൈദേഹി എന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ. ദേവേട്ട് മാളവികയെ കല്യാണം കഴിച്ചു കാണോ? അതോ എന്നെ കാണുന്നില്ലെന്നറിഞ്ഞതും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കോ? ഈ 6 മാസങ്ങളിൽ എന്തെല്ലാം നടന്നു കാണും?
നിന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ആരാണെന്ന് പറയൂ. അവരെ ഞാൻ വിവരം അറിയിക്കാം. വൈദ്യരുടെ അടുത്ത് ഫോൺ ഉണ്ടോ? എങ്കിൽ എനിക്കൊന്ന് തരുമോ? ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആ ഫോൺ അങ്ങോട്ട് കൊടുക്കൂ. എന്നെ കൊല്ലാൻ മാത്രം വിദ്വേഷം ഏത് ശത്രുവിനാ ഉള്ളത്? നിന്റെ ജന്മമാണ് നിന്റെ മരണത്തിന് കാരണം. നിന്റെ ജന്മമാണ് നിന്റെ മരണത്തിന് കാരണം. നിന്നെ പ്രസവിച്ചത് ആരാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ മരണവും കുറിച്ചു കഴിഞ്ഞു. അപ്പൊ തൊട്ട് മരണം നിന്റെ പുറകെയാണ്. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഫോൺ ചെയ്യൂ. വേണ്ട വൈദ്യരെ. വൈദ്യര് വിചാരിക്കുന്ന പോലെ എനിക്ക് സംഭവിച്ചത് വെറൊരു അപകടമല്ല, കൊലപാതക ശ്രമമായിരുന്നു. അവരെല്ലാവരും ഞാൻ എപ്പോഴേ മരിച്ചു പോയെന്ന് കരുതി കാണും. ഇപ്പൊ അവരെ ഫോണിൽ വിളിച്ച് എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം അറിയിച്ച എന്നെ കൊല്ലാൻ ശ്രമിച്ചവര് ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അറിയും. അത് എന്നെയും എന്നെ സ്നേഹിക്കുന്നവരെയും വീണ്ടും അപകടത്തിലാക്കും. ഫോണില് വേണ്ട, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് നോക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം. നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പോകണമെന്ന് തോന്നുമ്പോൾ മാത്രം പോയാൽ മതി. ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ല. നല്ല വിശ്രമം ആവശ്യമാണ്. എന്റെ താലി ഇവിടെ, എന്റെ താലി ഇവിടെ വൈദ്യരെ, എന്റെ താലി ഇവിടെ. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട. അപകടം നടന്ന സമയത്ത് താലി ഊരി ഒരു മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഇനി അത് അങ്ങനെ തന്നെ എടുത്ത് കഴുത്തിലിടുന്നത് ശുഭകരമല്ല. വീണ്ടും ഒരു നല്ല മുഹൂർത്തം കുറിച്ച് ഇതേ താലി ഒരു പുതിയ നൂലിൽ കോർത്തെടുക്കണം. എന്നിട്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് വീണ്ടും അത് കെട്ടിക്കണം. ഇതാ മോളെ താലി.